ഇതെന്താ അമ്മായി? നീ പറഞ്ഞ സാധനം ഞാൻ ഇത്രയുള്ള മൂത്ത മസാലകളൊക്കെ മൂത്ത. മട്ടൺ കറിയുടെ ടേസ്റ്റ് അല്ലേ? സരിതേ, എന്തോ സരിതേ, എന്തോ വരൂ. രണ്ട് വിളിയിലെത്തിയല്ല. എത്തി 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 പേടിച്ചിട്ട് പേടിച്ചിട്ട്. എന്നെ പേടിയാണല്ലേ? ഇതെന്താ അമ്മായി? നീ പറഞ്ഞ സാധനം ഞാൻ പറഞ്ഞ സാധനം ഇത്ര ഉണ്ടാവൂലേ? അത് ഇനിയിപ്പോ അതിന്റെ മൊത്തം പൊളന്ന് ഇങ്ങനെ അതിന്റെ പാലും നട്ടലും എല്ലാം കൂടെ എടുത്തോണ്ട് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൊണ്ടുവരാനും പറ്റില്ല. നീ കൊള്ളാല്ല ഇടുക്കി. എന്ത് കഷ്ടമായി. ഇത്രേ മതി. ഞാൻ ഇത്രയുള്ള എന്നാ പിന്നെ കൂടെ വന്നൂടായിരുന്ന മോൾക്ക്? ഞാൻ എപ്പോഴും അമ്മയല്ലേ പോണത്. അപ്പൊ പിന്നെ ഞാൻ ഇനി അങ്ങനെ കിട്ടുമായിരിക്കുമെന്ന് വിചാരിച്ചു. ഉള്ളത് കൊണ്ട് ഓണം പോലെ ആ, നമുക്ക് ഓണം ആഘോഷിക്കാം. കുട്ടിയങ്ങമാളൂ ഓണത്തിന് ഇതല്ലേ? ഞാൻ പോട്ടാ. നമ്മുടെ ഓണത്തിന് ഇതൊക്കെ ഞാൻ തന്നെയാണല്ലോ. പോട്ടാ. ആ വെക്കോ. ആ പെണ്ണിന് ഞാൻ കൊറേ പണി ഏൽപ്പിച്ചിട്ടുണ്ട്. കൂടെ ചെന്നോ. ഇത്രയും വെട്ടി വാങ്ങിച്ചു. അപ്പൊ ഇതും കൂടി അങ്ങ് വെട്ടി വാങ്ങിച്ചാൽ എന്തായിരുന്നു? അത് പറയാത്തെന്ത്? പകുതിക്ക് മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞ ഇല്ലേ? ഇല്ലോ. ഞാൻ വയസ്സായ ഒരാളാണ്. എല്ലാം വിവരം വെച്ച് പറയണം. ഞാൻ പണ്ട് ഇതൊന്നും തിന്നിട്ടില്ല. നീയാണ് എന്നെ ഇതെല്ലാം തീറ്റിച്ചത്. നീ എന്തൊക്കെ തീറ്റിക്കാൻ കിടക്കുന്നു ഞാൻ. ആ, കൊള്ളാം. ഞാൻ വിചാരിച്ചേ എന്തോ വിചാരിച്ചേ മറന്നുപോയി. ആരുടെ ബുദ്ധിയാ? നീ പക്ക അവിടെയാണെന്ന് വിചാരിച്ചാ? പക്ക അവിടെ ഉരുട്ടി വെച്ചിരിക്കണം അല്ലേ? കട്ടൻ ചായ വേണമായിരുന്നു. കറക്റ്റ്.
നോക്കുക. ഓക്കേ. അമ്മായി ഒരു ഹെൽപ്പ് കൂടെ ചെയ്യണം. കത്തിയില്ല അമ്മായി. ഞാൻ നേരത്തെ കട്ടിംഗ് പാഡ് കൊണ്ട് വെച്ച് തക്കാളി അരിയ. അമ്മായി വരുമ്പോ വാഴലയും കൂടി എടുത്തോ. ഇളക്കാവോ? ഇല എന്തിനാ? ഇല ഇത് മൂടാനായിട്ട്. എല്ലാം ഇട്ടാ? എല്ലാം ഇട്ടു. എന്ത് പറ്റി അമ്മായി? അത് ഞാൻ ചോദിച്ചത്. അമ്മായിക്ക് ഇനി ഇടാൻ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ഒന്നുമില്ല. അമ്മായിയുടെ സ്നേഹം ഇടണ്ടേ? അത് ഞാൻ എപ്പോഴേ ഇട്ട് കഴിഞ്ഞു. ഇട്ടേ? ഉള്ളി ഇട്ടപ്പോഴും കൂടെ ഇട്ടായിരുന്നല്ലേ? ഞാൻ കണ്ടില്ലായിരുന്നേ. അമ്മായി പറഞ്ഞ സാധനങ്ങളൊക്കെ കൂടി ഞാൻ എല്ലാം ഒരുമിച്ച് ഇടുക കേട്ടാ. അത് കിടന്ന് കരയണല്ല. ഇളക്കിക്കോ. മൂത്ത മസാലകളൊക്കെ മൂത്ത എപ്പോഴേ മൂത്ത. ഇത് ഇളക്കുമ്പോ ഒന്ന് സൂക്ഷിച്ചോളണം. കാരണം എന്താന്നറിയാം, ഇവിടെ തട്ടി കഴിഞ്ഞാൽ കൈ പൊള്ളും. എന്റെ കൈ ഒന്ന് പൊള്ളിയാ? പൊള്ളിയില്ല, അതിന് പിന്നെ അറിയാൻ പറ്റും. എന്തെങ്കിലും ഒരു പണി ഏൽപ്പിച്ച് എന്തെങ്കിലും ചെയ്തു വെച്ചോണം കേട്ടാ. അതൊക്കെ സംഭവിക്കും. അടുപ്പിലും തുടുപ്പിലും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ. മതിയോ? നോക്കി വേണ്ടി വരും എന്തായാലും. ഇട്ടോ അമ്മായി? അതിട്ടോ. ഇത് ഇങ്ങനെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് വാങ്ങിയപ്പോഴേ അല്ല മാംസം നോക്കിയപ്പോ ഇതിപ്പോ എല്ലല്ലേ ഉള്ളൂ. ഇല്ല, മാംസം ഉണ്ട്. ഇത് മാറ്റിട്ടാ ഇവിടെ കൈ കഴുകിക്കോ, മാറ്റിക്കോ. എന്നിട്ട് നമ്മൾ സ്നാക്സ് കഴിക്കുന്ന സ്ഥലത്ത് വന്നാ മതി അമ്മായി. മാളുനെ വിളിച്ചേ.
നല്ല മധുരം. മൊത്തം ഇട്ട് പെരട്ടി കഴി മുളക് പൊടി. ഇപ്പൊ ഞാൻ പുരട്ടി ആ കാറ്റ് കൊണ്ട് എന്റെ മുഖത്ത് വരും എല്ലാം കൂടെ. എന്തായാലും അമ്മയ്ക്ക് വേണ്ടല്ലോ. ഞാൻ എരിവൊന്നും അധികം കഴിക്കാറില്ല. അതുകൊണ്ട് എനിക്ക് അടിക്കും. എനിക്ക് അടിക്കണം. അയ്യോ കണ്ണു. കാറ്റ്. പോയാലാ ഇനി ഇവിടെ കൊള്ളിരുന്ന് കഴിഞ്ഞാലേ കണ്ണിൽ പൊടിയോ ഈ മുളക് പൊടി മൊത്തം. ഇതാ നീ വന്നാ നന്നായി. അയ്യോ ഇളക്കി ഇളക്കി മതിയായി എനിക്ക്. ഫുള്ളല്ലേ ഉള്ളൂ? ഫുള്ളല്ലേ ഉള്ളൂ? മാംസമുണ്ട്. പാലടി എന്ന് പറയുമ്പോൾ അങ്ങനെ കിടക്കണതാ. മാംസം ഉണ്ടാവും അതിൽ. നീ ഒരു കാര്യം ചെയ്യുമ്പോളൂ, നീയോ അമ്മയും കൂടെ പോയിട്ട് ടേബിളൊക്കെ സെറ്റ് ചെയ്തോ. മതി മതി. കുറച്ച് മതി. അത് നീ എന്താ അമ്മായിക്ക് പഠിക്കുന്ന? മതി 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 ചേച്ചി. ഇതുണ്ട് ഞാൻ രസം. അമ്മായിക്ക് അമ്മായി തന്നെ എടുത്തു കേട്ടാ. പിന്നെ സമാധാനമായിട്ട് എടുക്കാമല്ലോ അമ്മായിക്ക്. നിനക്ക് ഇടട്ടെ മാളു? ഞാൻ കൂടുതലിട്ടിട്ട് ഇനി മതി. അമ്മായി അതായിട്ട് കഴിക്കാൻ പോവല്ലേ? നല്ല ടേസ്റ്റാ, കഴിക്കും. മാംസം ഉണ്ട്, നെയ്യ്. രസം ഇങ്ങനെ നീക്കോക്കളാം. രസം എടുത്ത മാളും. ഏത് രസം? രണ്ടല്ല 2 വർഷം. മട്ടൺ കറിയുടെ ടേസ്റ്റ് അല്ലേ? പാലടിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അതിനുള്ളിലുള്ള മാംസം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. നല്ല വെന്തല്ലേ? ഇതതിൻ്റെ കൊഴുപ്പിൻ്റെ എണ്ണയല്ലേ? നെയ്യ്. നെയ്യുടെ അമ്മായി വെട്ടാണ്ട മേടിച്ചോണ്ടെന്ന പീസില്ലേ, അതിൽ മാത്രമുള്ള നെയ്യത്.
ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എല്ല് കൊടുത്ത്. കണ്ടാ ഇതൊക്കെ വാലടി പീസാ, നല്ല സോഫ്റ്റ് പീസാ. ഒരു സ്പൂൺ ചോറിട്ടമ്മ മതി. എന്ത് പറ്റി? ആ അതെ എനിക്ക് ഇഷ്ടമായി. ഇതെല്ലാം കൂടെ മതി മതി മതി. ഈ രസവും ഈ കോമ്പിനേഷൻ ഇഷ്ടപ്പെട്ടു.